പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയിലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അറിയിക്കട്ടെ. ഇന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം വിലാപങ്ങളുടെ പുസ്തകമാണ്. അത് 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, 48-ാമത്തെ വാക്യം. പതിനെട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ, എൻ്റെ മഹത്വവും യഹോവയെങ്കിലുള്ള എൻ്റെ പ്രത്യാശയും പൊയ്പോയല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ 48-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എൻ്റെ ജനത്തിൻ പുത്രിയുടെ നാശനിമിത്തം നീർത്തോടുകൾ എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്നു. സ്തോത്രം. അപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തെ ഓർത്ത്, വഷളത്വം പ്രവർത്തിക്കുന്ന ജനത്തെ ഓർത്ത് കരയുന്ന യിരെമ്യാവിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇടവിടാതെ കണ്ണുനീർ പൊഴിക്കുന്നു. ഇടവിടാതെ കണ്ണുനീർ പൊഴിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ സമയം കരഞ്ഞുകൊണ്ടേ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സ്വന്തം കാര്യമല്ല, തൻ്റെ ജനത്തിൻ്റെ പുത്രിമാരുടെ ആ ദേശത്തിൻ്റെ വിടുതലിനായിട്ട് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന യിരെമ്യാ പ്രവാചകനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ യിരെമ്യാവിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അയ്യോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണ് നീരുറവും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ എപ്രകാരമാണ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്? ഈ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി കരയുവാൻ തക്കണം, കണ്ണിനെ കണ്ണുനീരാക്കണമേ, തലയെ വെള്ളമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യിരെമ്യാവിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കുന്നു? നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ വേണ്ടി ഒരുപക്ഷെ പ്രാർത്ഥിക്കും. എന്നാൽ അങ്ങനെയല്ല. ഈ നാളുകളിൽ ദൈവമക്കൾ വചനമനുസരിച്ച് അത് തിരിച്ചറിഞ്ഞ് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വഷളത്വം നിറഞ്ഞ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യിരെമ്യാവ് പഴയകാല കാലത്ത് ഇത്രയും വഷളത്വം നിറഞ്ഞ ജനം ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് വേണ്ടി കരയുവാനും പ്രാർത്ഥിക്കുവാനായിട്ടും ഉണ്ടായിരുന്നു. എന്നാൽ ഈ പുതിയ നിയമകാലത്ത് നമ്മളിത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അപ്പോൾ ഈ നാളുകളിൽ ദൈവം അത് നമ്മെ സഹായിക്കണം. നിശ്ചയമായും നമ്മളതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. അല്പസമയമെങ്കിലും രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്നൊന്ന് പ്രാർത്ഥിപ്പാൻ തക്കണം ഈ ദിവസങ്ങളിൽ തയ്യാറെടുക്കണം. ഈ 2025 നമ്മൾ അതിനായിട്ട് ഒരുങ്ങണം. നിശ്ചയമായും ദൈവം നമ്മളെ അതിന് സഹായിക്കും. എനിക്കിത് പറയുവാനായിട്ട് സാധിക്കും. കാരണം വർഷങ്ങളായിട്ട് രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന അനേക വിഷയങ്ങൾ പ്രാർത്ഥിപ്പാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇന്നും ഞാനത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഇന്നുവരെയും അതിന് ഒരു രോഗമോ യാതൊരു ക്ഷീണമോ പ്രയാസമോ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും വയസ്സായിട്ടും. വർഷങ്ങളെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ 10, 18, 20 വർഷത്തോളമായി ഞാൻ രാത്രിയുടെ യാമത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിട്ട്. എൻ്റെ കർത്താവിനെ ശക്തിയോടെ, ബലത്തോടെ, ആരോഗ്യത്തോടെ, ആയുസ്സോടെ ഇന്ന് വരെ നിർത്തിയെങ്കിൽ പ്രാർത്ഥിപ്പാനായി ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഞാനത് സന്തോഷത്തോടെ എന്നെ വിളിക്കൊത്തവണ്ണം മുൻപോട്ട് പോകാൻ ദൈവം ഇന്ന് വരെ എന്നെ സഹായിച്ചു. തുടർന്നും അങ്ങനെ തന്നെ ജീവിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് യിരെമ്യാവിനെ പോലെ കരയാം, പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ തലയെ വെള്ളമാക്കണമേ, എൻ്റെ കണ്ണിനെ കണ്ണുനീര് ഉറവയാക്കണമേ. നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തിനു വേണ്ടി കരയുവാനും പ്രാർത്ഥിപ്പാനും ഈ ദേശത്തു നിന്ന്, രാജ്യത്തു നിന്ന് എല്ലാ അനർത്ഥങ്ങളും മാറിപ്പോകുവാനും ജനമൊക്കെയും രൂപാന്തരപ്പെടുവാനും ദൈവസ്നേഹം തിരിച്ചറിയുവാനും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിപ്പാനും ഈ നാളുകളിൽ എല്ലാവരെയും ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിനെല്ലാവരെയും സഹായിക്കട്ടെ, അതിന് നമ്മളെ യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വചനത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവനാമം മഹത്വം എടുക്കുമാറാകട്ടെ.
വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിൻ ജനം. വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിൻ ജനം. നിന്റെ പൊന്നുനാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല സന്ധ്യയെങ്കിൽ അല്പസമയം കർത്താവിൻ്റെ പാദപിടുത്തിലൊന്നായിരിക്കാൻ, ഈ മാധുര്യമേറിയ വചനമൊന്ന് ചിന്തിപ്പാനും ഞങ്ങളെ സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയെങ്കിൽ അടിയങ്ങളെയെല്ലാം സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ രാത്രികാലം ഞങ്ങളെ സൂക്ഷിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങൾ അത്യുന്നതൻ്റെ മറവിലായിരിക്കണം, സർവ്വശക്തൻ്റെ നിഴലിൻ കീഴിലായിരിക്കണം. സുഖകരമായി ഉറങ്ങി ഉണരണം, കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തണം. അതിനായിട്ടൊക്കെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഭവനത്തെ, പരിസരത്തെ, അതിരുവരമ്പ്, വസ്തുവകൾ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും, ഞങ്ങളുടെ ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഞങ്ങളുടെ പാദപിടുത്തിലോട്ട് ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ഹല്ലേലൂയ. സ്വർഗത്തിലെ കാഴ്ച കണ്ട് കിടന്നുറങ്ങാൻ ഇടയാക്കണം. ഉണർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.